നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ എവിക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, രതീഷ് പുറത്തായി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കാണുന്ന ഭൂരിഭാഗം മലയാളികൾക്കും ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷനായിട്ട് തോന്നിക്കാണില്ല. അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനാണ് എല്ലാ പോളുകളിലും നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു എന്താണ് ബിഗ് ബോസ് ഇവിടെ കാണിക്കുന്നതെന്ന് അറിയില്ല. പുള്ളി ഏകദേശം ഒരു മാസത്തെ കണ്ടന്റെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരാഴ്ച കൊണ്ട് പുള്ളി പുറത്തായത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരോടും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതായത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഫെയർ ആയിട്ടോ അല്ലെങ്കിൽ വോട്ട് കുറവിൻ്റെ പേരിലോ ആയിരിക്കില്ല രതീഷിനെ ഔട്ടാക്കിയെന്ന്. അതായത് തീർച്ചയായിട്ടും ഒരു ലോജിക്ക് വെച്ച് നോക്കിയാൽ പോലും സുരേഷിന് ഒരുപാട്, അല്ലെങ്കിൽ സിജോയെക്കാലൊക്കെ ഒരുപാട് കൂടുതൽ വോട്ട് രതീഷിന് കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ട് രതീഷ് ഔട്ടായി? അപ്പോൾ എൻ്റെ ഒരു ഗസ്സാണ് അല്ലെങ്കിൽ തോന്നലാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ബിഗ് ബോസ് തീർച്ചയായിട്ടും രതീഷ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് അവരുടെ ഒരു ഡെമ്മി പോലെ കൊണ്ടുവന്ന ഒരു ഡെമ്മി കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഈ രതീഷിന് മാത്രം ഇൻട്രോ, കോമണേഴ്സ് അല്ലാത്ത ആൾക്കാരുടെ രതീഷിന് മാത്രമാണ് ഇൻട്രോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രതീഷിനൊരു എന്താ പറയുക, ഒരു ഡെമ്മി കണ്ടസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഒരാഴ്ച കൊണ്ട് പുള്ളി മാക്സിമം എന്താ പറയുക, ഇതിനു മുമ്പ് പല സീസണിലും പല ആൾക്കാരും ഉപയോഗിച്ച രീതിക്ക് കളിച്ച് കാണിച്ചു പുള്ളി. അതായത് അതുകൊണ്ടാണ് പുള്ളി ഒരാഴ്ച കൊണ്ട് കുറേ ആൾക്കാരുടെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. നമ്മുടെ കുറച്ച് നെഗറ്റീവായിട്ട് ബിഗ് ബോസിനെ തന്നെ എതിർത്ത് ബിഗ് ബോസിനേക്കാൾ വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വരുന്ന രീതിക്കുള്ള കളികളാണ് പുള്ളി കാഴ്ചവെച്ചത്. അപ്പം ഇങ്ങനെ ഒരാൾ ഇനി കളിക്കരുത്. അതായത് ബിഗ് ബോസ് പലപ്പോഴും പറയുന്നുണ്ട് മാറ്റിപ്പിടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബിഗ് ബോസിൽ ഇങ്ങനെ കളിക്കരുതെന്ന് അവരൊരു ഡെമ്മി കണ്ടസ്റ്റന്റിനെ വെച്ച് കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതായത് ഇന്നലെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം, അതായത് രതീഷ് ഔട്ടായതിനു ശേഷം എങ്ങനെ ബിഗ് ബോസിൽ കളിക്കണം എന്നൊക്കെ ബിഗ് ബോസ് വന്ന് പറയുന്നത് കേട്ടിരുന്നു. അങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നലാണ് ബിഗ് ബോസ് തന്നെ ഒരു ഡെമ്മി കണ്ടസ്റ്റന്റ് ഇറക്കി അവിടുത്തെ മത്സരാർത്ഥികളോട് ഒരിക്കലും ഇങ്ങനെ കളിക്കരുത്, ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടാവും, ജനങ്ങളെല്ലാം മാറ്റിപ്പിടിച്ച് തുടങ്ങി എന്നുള്ള രീതിക്കുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ ബിഗ് ബോസ് തന്നെ കളിച്ചൊരു നാടകമായിട്ടാണ് രതീഷിനെ വെച്ച് കളിച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ കുറേ ആൾക്കാർ പറയുന്നു രതീഷ് ഇനി വീണ്ടും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ തിരിച്ച് കയറാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അതൊന്നും അറിയില്ല. എന്നാലും എനിക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നിയത് രതീഷ് മനഃപൂർവ്വം അവരുടെ ഒരു ഡെമ്മി ആയിട്ട് ഉപയോഗിച്ച് എങ്ങനെ ബിഗ് ബോസ് ഗെയിം കളിക്കണം, അതായത് ഈ ഒരു കഴിഞ്ഞ സീസണിലോ അല്ലെങ്കിൽ അതിന് മുൻപത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടുപറഞ്ഞ ഒരു രീതിയിലുണ്ട്. ആ ഒരു രീതിയും ആ ഒരു പാറ്റേണും നിങ്ങൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല എന്നുള്ള മെസ്സേജ് അവിടുത്തെ കണ്ടസ്റ്റൻസിന് കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് രതീഷിനെ ഉപയോഗിച്ചത് എന്നുള്ളൊരു സംശയമാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാൻ പഠിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.